ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ കാവേരിയുടെ ഇന്നത്തെ പെരുമാറ്റത്തോടു കൂടി ജയബാലൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. തൻ്റെ വഴിക്ക് മുന്നിൽ തടസ്സമായിട്ട് എപ്പോഴും കാവേരി ഉണ്ടാകും. തൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കൊടുവാളായി അവൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ ആ ദുഷ്ടൻ. ഇതേ സമയം രാജേശ്വരിയോടും നിവിൻ്റെ കാര്യം പറഞ്ഞ് ജയബാലൻ പിരികേറ്റി വിടുന്നുണ്ട്. ഇനിയും ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ലെന്നും രാഗിണി പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ മടങ്ങിയെത്തുമ്പം അവരുടെ വിവാഹം നടത്തണം. അതിനു മുന്നേ നിവിനും കാവേരിയും തമ്മിലുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പൊ രാജേശ്വരി പറയും, നിവിനും കാവേരിയും തമ്മിൽ നല്ല സൗഹൃദം മാത്രമാ, അല്ലാതെ ഏട്ടൻ വിചാരിക്കുന്ന തരത്തിലുള്ള ബന്ധമൊന്നും അവർക്കിടയിലില്ല എന്ന് പറയാം. അപ്പൊ ജയബാലൻ പറയും, ബന്ധം എന്തുമായിക്കോട്ടെ, അതത്ര നല്ലതല്ല. എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നവൻ മറ്റൊരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിനക്കറിയാലോ എനിക്ക് അവളോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്ന്. അതുകൊണ്ട് നീ ഇന്ന് തന്നെ നിന്റെ മകനെ പറഞ്ഞ് തിരുത്തിക്കോണം. ഇപ്പോഴും കണ്ടില്ലേ, നമ്മുടെ മുന്നിൽ നമ്മുടെ ശത്രുക്കളുടെ കൂടിയാ അവൻ്റെ നടപ്പ് എന്ന് പറയാം. അപ്പൊ രാജേശ്വരിയുടെ മനസ്സിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ കടന്നു പോകുന്നത്. തൻ്റെ മകനെ തനിക്ക് നഷ്ടപ്പെടും എന്നൊരു തോന്നല് രാജേശ്വരിയുടെ മനസ്സിൽ ശക്തമാകുക. ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് ജയപാലൻ ഉറപ്പ് നൽകുക. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ പോരാ, കാവേരിയും നിവിനും തമ്മിൽ ഇനി കാണാൻ പോലും പാടില്ല. ആ രീതിയിൽ നീ പറഞ്ഞു തിരുത്തണം എന്ന് പറയാം. അക്കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാണ് രാജേശ്വരി അവിടെ നിന്ന് പോകുന്നത്. കാവേരിയുടെ വീട്ടിൽ പോയി ശാരദയോട് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ രാജേശ്വരി തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കാവേരിയെ വിവാഹം കഴിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലെ നിവിൻ വന്നാലോ എന്നൊരു ചിന്ത ഇപ്പൊ തന്നെ രാജേശ്വരിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. തൻ്റെ മകൻ ഇപ്പം ഒരുപാട് തന്നിൽ നിന്ന് അകലെയാണ് നിൽക്കുന്നത്. ഒരു കാര്യവും തന്നോട് ഷെയർ ചെയ്യുന്നില്ല. തന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തൻ്റെ പിന്നാലെ നടന്ന മകനെ എന്നാണോ കാവേരിയുമായിട്ട് നിവിൻ്റെ സൗഹൃദം ആരംഭിച്ചത് അന്നു മുതൽ നഷ്ടപ്പെട്ടു. നിവിൻ്റെ മനസ്സിൽ കാവേരിക്ക് എത്തരത്തിലുള്ള സ്ഥാനമാണെന്നും രാജേശ്വരിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത്രയധികം ആ ബന്ധത്തെ ഭയക്കുന്നുണ്ട്. അപ്പം രാജേശ്വരി ആണെങ്കിൽ സ്നേഹതീരത്ത് ചെല്ലുമ്പം ആ സമയത്ത് നമ്മുടെ കാവേരി അവിടെ ഉണ്ടാവില്ല കേട്ടോ. ശാരദയും ഗംഗയും വിനീതും മാത്രമേ ഉള്ളൂ. അപ്പം രാജേശ്വരി അവിടെ കാണുമ്പം എന്താണ് കാര്യമെന്നറിയാതെ ശാരദ അടുത്തേക്ക് ചെല്ലുക. നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനോ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനോ ഒന്നുമല്ല ഞാനിവിടെ വന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു വേണം, അത് പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയാം. അത് കേൾക്കുന്ന ഗംഗ ചോദിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വന്ന് പറയുന്നത്? അതിന് നിങ്ങളുടെ മകനെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ലല്ലോ എന്ന് പറയാം. നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ദേ ശാരദേ, പെൺമക്കളുടെ കല്യാണപ്രായമായി എത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ചെറുക്കന്മാരെയൊക്കെ വല വീശി പിടിച്ച് പെൺമക്കൾക്ക് കൊടുക്കുകയല്ല നല്ലൊരമ്മ ചെയ്യേണ്ടത് എന്ന് പറയാം. രാജേശ്വരി ഈ വീട്ടിൽ വന്നത് അനാവശ്യം വിളിച്ചു പറയാനാണോ എന്ന് അപ്പം ശാരദ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കും. അനാവശ്യം പറഞ്ഞതല്ല, നിങ്ങളുടെ മകൾ കാവേരി ഉണ്ടല്ലോ, എൻ്റെ മകൻ നിവിൻ്റെ പിന്നാലെയാ. ആ ബന്ധം ഇവിടെ വെച്ച് നിർത്തിക്കോണം, അത് പറയാനാ ഞാൻ വന്നത് എന്ന് പറയാം. അപ്പം അത് കേൾക്കുന്ന വിനീത് പറയും, രാജേശ്വരി ആൻറ്റിക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. അങ്ങനെ ഒരു ബന്ധം അവർക്കിടയിലില്ല. നിവിൻ എൻ്റെ കൂട്ടുകാരനാ, ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്. ഞാൻ വഴി ഉള്ള ബന്ധം മാത്രമേ കാവേരിക്ക് നിവിനുമായിട്ടുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയാം. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയല്ലേ? കൂട്ടുകാരനായിട്ട് കൂട്ടുകാരൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇതുവരെ വിനീതിന് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുക. കാവേരി അല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ലെന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കേൾക്കുന്ന ഗംഗ പറയും, വിനീതൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ കാവേരിയുടെ മനസ്സിൽ എന്തായാലും അങ്ങനെയൊന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാം. പിന്നെ എന്തുകൊണ്ടാ എൻ്റെ മകൻ്റെ പിന്നാലെ തന്നെ അവൾ നടക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം ശാരദ പറയും, ഒരിക്കലും നിങ്ങളുടെ മകൻ്റെ പിന്നാലെ എൻ്റെ മകൾ നടക്കില്ല. ഓരോ തവണയും ഈ കുടുംബത്തിലൊരു ആവശ്യം വരുമ്പം സഹായം ചെയ്യാനായിട്ട് അവൻ തന്നെയാണ് മുന്നോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് എന്ന് പറയാം. അങ്ങനെ അവൻ സഹായം ചെയ്യാൻ മുന്നോട്ടിറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്തിനാ അവൻ്റെ സഹായം സ്വീകരിക്കണം? അല്ലെങ്കിൽ തന്നെ ഈ കുടുംബവും അവനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം ശാരദ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. എൻ്റെ മകളെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയാൻ രാജേശ്വരിക്ക് ഒരവകാശവും ഇല്ല. പിന്നെ എൻ്റെ മകൾ ഒരിക്കലും അവൻ്റെ പിന്നാലെ നടക്കത്തില്ല, അക്കാര്യം എനിക്ക് ഉറപ്പാ എന്ന് പറയാം. അപ്പം രാജേശ്വരി ആണെങ്കിൽ ഫോണിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നിവിനും കാവേരിയും ഒരുമിച്ചുള്ള വീഡിയോയാണ്. അപ്പം ആ സമയത്ത് നമ്മുടെ കാവേരി കരയുമ്പം ആശ്വസിപ്പിക്കുന്ന നിവിനാണ് കേട്ടോ ആ വീഡിയോയിൽ. ഇത് കണ്ടോ, നിങ്ങളുടെ മകളും എൻ്റെ മകനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ വിനീതും ഗംഗയും ഒക്കെ അതിലേക്ക് നോക്കുവാണ് കേട്ടോ. ഇതിലിപ്പം എന്താ ഇത്ര മോശമായിട്ടുള്ളത് എന്ന് അപ്പം വിനീത് ചോദിക്കുകയാണ്. നിങ്ങൾക്കാർക്കും
എല്ലാവർക്കും ഇതിലൊരു മോശം കാണില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാനാണ് നിങ്ങളുടെ മകളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞേക്കണം. അവൻ എന്നെങ്കിലും അവളെ താലി കെട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിലവിളക്ക് ആയിട്ടായിരിക്കില്ല ഞാൻ അവളെ സ്വീകരിക്കുക, ചൂടുവെള്ളം മുഖത്തൊഴിച്ചായിരിക്കും സ്വീകരിക്കുക. ഈ രാജേശ്വരിക്ക് കാവേരിയെ പോലൊരു മരുമകളെ വേണ്ട. അതുകൊണ്ട് മകളോട് പറഞ്ഞു, കൊമ്പത്തെ ആണുങ്ങളെ നോക്കി നടക്കുമ്പം എൻ്റെ മകനെ അതിൽ നിന്ന് ഒഴിവാക്കിക്കോളാൻ. അത് കേൾക്കുന്ന ശാരദ എന്തു പറയണോന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ മകളും നിവിനും ഒത്തുള്ള ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെ തൻ്റെ മകളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നൊരു ചിന്ത ശാരദയുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പം മിണ്ടാതെ നിൽക്കുന്ന ശാരദയെ കാണുമ്പം രാജേശ്വരിക്ക് ഒന്നും കൂടി സംസാരിക്കാനുള്ള ഊർജ്ജം ലഭിക്കുകയാണ് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ മൂത്ത മകൾക്ക് നിങ്ങൾ എങ്ങനെയാ വിവാഹബന്ധം ഉണ്ടാക്കി കൊടുത്തതെന്നൊക്കെ ഈ നാട്ടിൽ മുഴുവനും പരസ്യവാ. സുജാതയുടെ ഇഷ്ടം പോലും നോക്കാതെ ഈ ചെറുക്കനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ചു എന്നും കരുതി ഇളയ മകൾക്കും അങ്ങനൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കാനാണ് സുജാത ശ്രമിക്കുന്നതെങ്കിൽ ഇന്നത്തോടു കൂടി ആ ചിന്ത നിർത്തിക്കോണം. എൻ്റെ മകനെ ഞങ്ങൾക്ക് പറ്റിയ ഒരു ബന്ധം തന്നെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അതേ നടക്കുള്ളൂ എന്ന് പറയാം. അപ്പം അത് സംസാരം കേൾക്കുന്ന ഗംഗയ്ക്ക് ദേഷ്യം വരിക. കേൾക്കുന്ന വിനീതാണെങ്കിൽ പെട്ടെന്ന് രാജേശ്വരിയോട് പറയും, എൻ്റെയും ഗംഗയുടെയും ബന്ധം എങ്ങനെയുള്ളതാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഈ നാട്ടുകാർ മുഴുവനും സാക്ഷി നിർത്തി അമ്പലനടയിൽ വെച്ച ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല ഞാനിവളെ കല്യാണം കഴിച്ചത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഞാൻ കുഞ്ഞില് തൊട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണ എൻ്റെ ഗംഗ എന്ന് പറയാൻ കേട്ടോ. വിനീതിൻ്റെ ആ തുറന്നു പറച്ചിൽ കേൾക്കുമ്പം ഗംഗയ്ക്ക് ഒരു ആത്മാഭിമാനമൊക്കെ തോന്നുവാണേ. ഇതേ സമയം രാജേശ്വരി അപ്പം ചോദിക്കും, നിൻ്റെ അമ്മ സുജാത ഉണ്ടായിരുന്നോ ആ കല്യാണത്തിന്? നിന്റെ അമ്മയുടെ സമ്മതത്തോടു കൂടിയാണോ ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടിയത്? അതെന്തോ ആയിക്കോട്ടെ, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എൻ്റെ മകൻ്റെ ജീവിതം അത് എൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ നടക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ മകളോട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞോണം. അവൾ ആരുടെ വേണേലും കല്യാണം കഴിക്കുമോ, ആരുടെ പിന്നാലെ നടക്കുമോ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിവിൻ്റെ പിന്നാലെ നടക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയാം. അപ്പം ശാരദ പറയും, രാജേശ്വരി പൊയ്ക്കോളൂ, എൻ്റെ മകളെ എങ്ങനെ പറഞ്ഞ് തിരുത്തണമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരിക്കലും ഒരാണുങ്ങളെ വലവേശി പിടിപ്പിക്കാൻ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല എന്നുകൂടി പറയാൻ കേട്ടോ. അപ്പോൾ പുച്ഛത്തോടു കൂടി രാജേശ്വരി അവിടുന്ന് പോവാം. അപ്പം ശാരദയാണെങ്കിൽ വിനീതിനോട് ചോദിക്കും, എന്തൊക്കെയാണ് വിനീത് ഇവിടെ നടക്കുന്നത്? കാവേരിയും നിവിനും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കറിയില്ല അമ്മായി, അങ്ങനൊരു ബന്ധമൊന്നുമില്ല. അവർ തമ്മിൽ നല്ല സൗഹൃദമാണ്. അതുകൊണ്ട് തന്നെ കാവേരിക്ക് ഒരു ആവശ്യം വരുമ്പം എല്ലായിടത്തും നിവിനാ കൂടെ പോകുന്നത്. അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ഗംഗയും പറയും, അതെ അമ്മേ, അവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്. അതിനപ്പുറം കാവേരിക്ക് നിവിനോടൊരു അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നിവിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. ആ രാജേശ്വരി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, കാവേരി അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ലെന്ന് അവരോട് നിവിൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം ഇന്നത്തോടു കൂടി നിർത്തണം. ഒരിക്കലും ആ വീട്ടിലേക്ക് കാവേരി അയക്കാനായിട്ട് എനിക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ എല്ലാം വെറുപ്പിച്ചുകൊണ്ട് ഒരു ബന്ധവും ശാശ്വതവും അല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം ഗംഗയാണെങ്കിൽ വിനീതനോട് പറയും, വിനീതേട്ട ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വിനീതേട്ടന് പറ്റുള്ളൂ എന്ന് പറയാം. എന്താ ഗംഗ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുക. നിവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഒരു സുഹൃത്തെന്ന നിലയിൽ വിനീതേട്ടനാ. കാവേരിയെ കൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇനി ഒരിക്കലും നിവിൻ്റെ സൗഹൃദം വേണ്ട എന്ന് അവളെ കൊണ്ട് ഞാൻ വാക്ക് മേടിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. ഗംഗ അതിന് കാവേരിയുടെ മനസ്സിൽ എന്താണെന്നറിയാതെ നമ്മൾ അവരെ തെറ്റിദ്ധരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. അവളുടെ മനസ്സിലൊന്നുമില്ലാന്ന് എനിക്കറിയാം. എൻ്റെ അനിയത്തിക്ക് പറ്റിയൊരു ബന്ധമോ അല്ലത്. എന്തായാലും നിവിനോട് ഇനി വിനീതേട്ടൻ പറഞ്ഞു തിരുത്തണം. നമ്മുടെ ഒരു കാര്യത്തിനും നിവിൻ ഇടപെടരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയാതെ നമ്മുടെ നിവിനും കാവേരിയും ഒരുമിച്ചാണ് കേട്ടോ സ്നേഹതീരത്തേക്ക് വരുന്നത്. അപ്പോൾ കാവേരിയെ കൊണ്ട് വീട്ടിലാക്കാനായിട്ടാണ് നിവിൻ വരുന്നത്. അപ്പോൾ കാവേരി പറയും, ഇവിടെ വരെ വന്നതല്ലേ നിവിൻ, വീട്ടിൽ കയറിയിട്ട് പോകാം. ഇപ്പോഴാണെങ്കിൽ വിനീതേട്ടന് വീട്ടിലുണ്ടാകും എന്ന് പറയാം. ഏയ് പിന്നീട് ഒരിക്കലാകാം എന്ന് പറഞ്ഞ് നിവിനാണെങ്കിൽ വണ്ടി എടുത്തങ്ങോട്ട് പോവാം. അപ്പോൾ കാവേരി വരുന്നതും നിവിനുമായിട്ട് സംസാരിക്കുന്നതും എല്ലാം ശാരദയും ഗംഗയും ഒക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ കാവേരി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം തന്നെ ശാരദയെ ഇങ്ങനെ നോക്കി നിൽക്കുക. അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ആദ്യമായിട്ട് കാണുന്ന പോലെ എന്ന് ചോദിക്കുക. എൻ്റെ മകളുടെ മനസ്സിൽ എന്താണെന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലാകാൻ പറ്റുന്നേ ഇല്ല എന്ന് പറയാം. എന്താ ഗംഗേച്ചി ഈ അമ്മ പറയുന്നത് എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ഗംഗ പറയും, ഇന്ന് രാജേശ്വരി മേഡം ഇവിടെ വന്നിരുന്നു. ആ സ്ത്രീ എന്തിനാ ഇവിടെ വന്നതോ? ഓ, തോട്ടത്തിൽ നടന്നതിൻ്റെ ബാക്കി ഇവിടെ പറയാനായിട്ട് വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അതിനല്ല, നീ ഇനി ഒരിക്കലും നിവിൻ്റെ പിന്നാലെ നടക്കരുതെന്ന് പറയാനാ അവരിവിടെ വന്നത്. ഞാൻ നിവിൻ്റെ പിന്നാലെ നടക്കരുതെന്നോ? എന്തൊക്കെയായി പറയുന്നത്? അത് കേൾക്കുന്ന ശാരദ പറയും, എൻ്റെ മോളുടെ മനസ്സിൽ എന്താണെന്ന് അമ്മയ്ക്കറിയില്ല. ഇനി നിവിൻ്റെ കൂടെ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിവിനിലേക്ക് നിൻ്റെ മനസ്സടുക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ കളഞ്ഞേക്ക് മോളെ എന്ന് പറയാം. അമ്മ എന്തൊക്കെയായി പറയുന്നേ?
നിവിനും ഞാനും തമ്മിൽ നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് നിവിന്. നമ്മുടെ എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്നതും എന്തുമാത്രം സഹായങ്ങളും അവൻ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുക. പക്ഷേ അവൻ്റെ വീട്ടിൽ ആർക്കും ആ ബന്ധം താല്പര്യമില്ലെങ്കിൽ പിന്നെ അങ്ങനൊരു ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തിനാ മോളെ എന്ന് ശാരദ ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയണ്ട, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, തീർത്തു പറയാം. ഇനി നീ നിവിനുമായിട്ട് മിണ്ടുകയോ അവനുമായിട്ടുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അവനെ അവൻ്റെ വഴിക്ക് വിടുക. നിവിൻ്റെ കല്യാണം എന്തോ ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇന്ന് രാജേശ്വരി പറഞ്ഞത്. ആ ബന്ധം എത്രയും വേഗം നടത്താനാണ് അവരാഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ഒരു തടസ്സമായിട്ട് എൻ്റെ മകൾ ചെല്ലണ്ട. അവർക്ക് അത്രയ്ക്ക് പേടിയുണ്ട്. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ നിവിനോട് കൂട്ടുകൂടിയെന്ന് കരുതി നിവിൻ്റെ കല്യാണം മുടങ്ങുമോ എന്ന് ചോദിക്കുക. അപ്പം ഗംഗ പറയും, നിവിൻ പറഞ്ഞത്രേ നിന്നെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ലെന്ന്. അതുകൊണ്ട് ആ രാജേശ്വരി മേഡത്തിന് നല്ല ഭയമുണ്ട്. നീയായിട്ട് ഇനി അവർക്കിടയിലേക്ക് ചെല്ലണ്ട മോളെ എന്ന് ഗംഗയും പറഞ്ഞു മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.